അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് CPM നേതാക്കൾ. UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 2 ആഴ്ച പോലും പിന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ കേരളത്തിലെ പോലീസിനെതിരെ വലിയ വിമർശനമാണ് CPM ഉന്നയിക്കുന്നത്. 2 ആഴ്ച കൊണ്ട് കേരളത്തിലെ പോലീസുകാർ എങ്ങനെ മോശക്കാരായി എന്ന് ചോദിച്ചാൽ അതിനു മാത്രം CPMന്റെ പക്കൽ ഉത്തരമില്ല. പിണറായി വിജയൻ ഭരിച്ചപ്പോൾ പോലീസിനെ വിമർശിക്കുന്നതിന് CPMനുള്ളിൽ വിലക്കുണ്ടായിരുന്നു. ആ വിലക്കു മാറിയതോടെ കഴിഞ്ഞ 10 വർഷത്തെ കലിപ്പ് CPM തീർക്കുകയാണോ എന്നാണ് സംശയം. ഇത്രയും പറയാൻ കാരണം CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ ചില വാക്കുകളാണ്. പാലക്കാട് ടൗൺ നോർത്ത് സർക്കിൾ ഇൻസ്പെക്ടറെ തീർക്കുമെന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ട് സുരേഷ് ബാബു. മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്ന് പൊതുവേദിയിൽ CPM ജില്ലാ സെക്രട്ടറി വെല്ലുവിളിക്കുമ്പോൾ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. വിഷയം ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കൊലവിളിക്ക് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുമാണ് ജില്ലാ പോലീസ് അധികാരികൾ അറിയിക്കുന്നത്. പോലീസ് ഗുണ്ടായിസം കാണിച്ചാൽ അതിനെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ മുന്നണിക്കുണ്ടെന്നാണ് സുരേഷ് ബാബു പറയുന്നത്. EDയെ ആക്രമിച്ചത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. പൂരം കാണാൻ കിടക്കുന്നതേയുള്ളൂ എന്നാണ് സുരേഷ് ബാബു പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരായ പ്രതിഷേധത്തിനിടയിലായിരുന്നു ഭീഷണി പ്രസംഗം അരങ്ങേറിയത്. ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പാലക്കാട് ടൗൺ നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നാണ് താക്കീതായി പറയാനുള്ളത്. മാന്യതയാണെങ്കിൽ അധിക മാന്യത കാണിക്കുന്നവരാണ് ഞങ്ങൾ. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങൾ. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും നിന്നേക്കാളും ശക്തിയും കരുത്തുമുള്ള ഒരുപാട് പോലീസുകാരെ നേരിട്ടുമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഗുണ്ടായിസം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ ആ ഗുണ്ടകളെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഭരണം മാറി എന്ന് വിചാരിച്ച് എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് കരുതേണ്ട. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഇതിൻ്റെ അപ്പുറമുള്ള നല്ല പൂരം കാണാനല്ലേ പോകുന്നത്? ഞങ്ങൾക്ക് ഇടിയുമില്ല, ഒരു ചുക്കുമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചത്. പറയുന്നത് സാധാ നേതാവാണെങ്കിൽ കണ്ണടയ്ക്കാം. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ച പാർട്ടിയുടെ പാലക്കാട് ജില്ലാ ചുമതലയുള്ള വ്യക്തിയാണ് കൊലവിളി നടത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ജില്ലാ സെക്രട്ടറിയെ പൊക്കണമെന്നും അകത്തിടണമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രോശിക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രകോപനപരമായ പ്രസംഗം ചേർക്കുന്നുണ്ട്. കണ്ടു നോക്കാം. ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് താക്കീതായി പറയാനുള്ളത്. അതൊന്നും വേണ്ട. മാന്യതയാണെങ്കിൽ അധിക മാന്യത കാണിക്കുന്നവരാ ഞങ്ങൾ. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങൾ. അതിലൊന്നും യാതൊരു പേടിയും വേണ്ട. അതിലൊരിക്കലും പേടിക്കൂല. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും നിന്നെക്കാളും ശക്തിയും കരുത്തുമുള്ള ഒരുപാട് പോലീസുകാരെ നേരിട്ടുമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു DYSP ഉണ്ടായിരുന്നു. മുത്തങ്ങ സമരം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ കാലഘട്ടത്തിൽ ടൗണിലെ DYSP ആയിരുന്നു. അവനെക്കാളും ഭീകരനും ഗുണ്ടയായിട്ടൊരു DYSP ഒരുപക്ഷെ ഈ പാലക്കാട് ജില്ലയിൽ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഗുണ്ടായുധം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ ആ ഗുണ്ടകളെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്ന് മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് കേരളത്തിൽ ഭരണം മാറി എന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസവും ചെയ്യുക എന്നതാണ് കേരളത്തിലെ VD സതീശന്റെയും BJPയുടെ സഹായത്തോടുകൂടി നിങ്ങൾ എന്ത് പേക്കൂത്ത് നടത്തും എന്നതിന്റെ തെളിവാണ് സഖാവ് പിണറായിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. EDയെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വിലാപിക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കോൺഗ്രസും ഒക്കെ. ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഇതിന്റെ അപ്പുറമുള്ള നല്ല പൂരം കാണാനല്ലേ പോവുള്ളൂ. ഞങ്ങൾക്ക് EDയും ഇല്ല, ഒരു ചുക്കുമില്ല. രാജ്യത്തെ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ട് വളർന്നു വന്നവരാ. അവരുടെ മുമ്പിൽ തലകുനിക്കാതെ അലകിന്റെ അറ്റം ചെത്തിമിനുക്കിയിട്ട് ആ പോലീസ് സേനയെ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ട പാരമ്പര്യമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ കരുത്തിലൊന്നും നിങ്ങൾക്ക് 7 അയലത്തെത്താൻ കഴിയില്ല എന്ന് കോൺഗ്രസും BJPയും മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം രീതികളൊക്കെ എല്ലാം മാറ്റി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി നല്ല നിലയ്ക്ക് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. കേസെടുക്കണമെങ്കിൽ കേസെടുത്തോ, കേസിന്റെ രീതിയിൽ പൊയ്ക്കോട്ടെ. കേസിൽ തെറ്റായി ആരിടപെട്ടാലും ആരെയും സംരക്ഷിക്കുന്ന നിലപാടല്ല
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അങ്ങനെ ഒരു നിലപാട് ഇന്നേ വരെ സ്വീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഒരു കേസിന്റെ പേരിൽ CPM-ന്റെ സമുന്നത നേതാവായിട്ടുള്ള പിണറായിയെ വേട്ടയാടാം, അതിലൂടെ CPM-നെ തകർക്കാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർക്കാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് എങ്കിൽ ഇതിനേക്കാളും വീര്യത്തോടുകൂടി ചെറുത്തു നിൽക്കാനുള്ള കരുത്ത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഭാവി കേരളം തെളിയിക്കുക തന്നെ ചെയ്യും.